പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുക വളരെ ധന്യമായ ഒരു അനുഭവമാണ്. ഞാൻ ഈ അഭിഷേകത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. അട്ടപ്പാടി സജീവൻ ധ്യാന കേന്ദ്രം, അതുപോലെ അഭിവന്യമാർ ജേക്കബ് മനത്തോടത്ത് പിതാവിൻ്റെയും മാർ പീറ്റർ കൊച്ചുവരകിൽ പിതാവിൻ്റെയും പ്രാർത്ഥനകൾ, സജീവൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകരുടെ പ്രാർത്ഥന, അനേകായിരം പേര് എല്ലാ ശനിയാഴ്ചകളിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രാർത്ഥനയുടെയും സ്നേഹ കൂട്ടായ്മയുടെയും വലിയൊരു അന്തരീക്ഷത്തിലാണ് അഭിഷേകാഗ്നി വചന ശുശ്രൂഷ. ബിനോയച്ചൻ, അച്ഛൻ്റെ ടീം അംഗങ്ങൾ, അതുപോലെ തന്നെ സോജി അച്ഛൻ, അച്ഛൻ്റെ വലിയ ഈ ശുശ്രൂഷ സമൂഹം, അതുപോലെ റൂഹ മൗണ്ട് അവരുടെ പ്രാർത്ഥനകൾ, സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനകൾ, ഇങ്ങനെ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ, ശുശ്രൂഷകൾ, അവരുടെ ഉപവാസങ്ങൾ എല്ലാം ഈ അഭിഷേകാഗ്നി കൂടുന്നവർക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെ വളരെ വലിയ അത്ഭുതങ്ങൾ അട്ടപ്പാടി നടക്കുന്നുണ്ട്. അഭിഷേക സമയത്തും സജീവൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ. ഇപ്പോൾ സജീവൻ ധ്യാന കേന്ദ്ര ഡയറക്ടർ സോജി ഒലിക്കലച്ചനാണ്. അപ്പോൾ അച്ഛൻ്റെ ഇപ്പോൾ ഇവിടെ ഞാനൊരു ധ്യാനത്തിൽ ഒരു കുടുംബം, ഒരു ഡോക്ടർ, ആ ഡോക്ടറിൻ്റെ അനുഭവം പറഞ്ഞു ഓർമ്മിക്കും. ആ ഡോക്ടർക്ക് ഒരു വാതരോഗം വന്നു, ആർത്തറിറ്റിസ് അങ്ങനെ പേരുള്ള. എന്നിട്ട് അതിങ്ങനെ, പക്ഷേ എനിക്കറിയാം ഈ ഡോക്ടർ പറയുമ്പോൾ രോഗത്തിൻ്റെ സീരിയസ്നെസ്. കാരണം ഞാൻ 1994 അട്ടപ്പാടി വരുമ്പോൾ ഇതുപോലൊരു വാതരോഗമുള്ളൊരു വ്യക്തിയെ പരിചയമുണ്ടായിരുന്നു. ആ വ്യക്തി എൻ്റെ അടുത്ത് വരുമായിരുന്നു. ആ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ചികിത്സയിലേക്ക് ആയിരുന്നെങ്കിൽ ആർക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അത് മൂർച്ഛിച്ച് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ ഒരു രോഗാവസ്ഥയുള്ള ഒരു ഡോക്ടറാണ് ഇപ്പോൾ നമ്മളോട് അനുഭവം പറയുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അനശ്വര. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. MBBS പഠിച്ച് ഞാൻ ഒരു ഡോക്ടറാണ്. അപ്പോൾ 9 വർഷത്തോളം കാലമായിട്ട് എനിക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന അസുഖം ഉണ്ട്. ഒരു വലിയ വേദനയുള്ള ഒരു രോഗം ആമവാദം അല്ലേ? ദൈവമേ. എന്നിട്ട് തണുപ്പ്, AC ഫാന് ഉൾപ്പെടെ തണുപ്പ്, അതുപോലെ സാധാ വെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ, ഏറ്റവും എൻ്റെ ജീവിതത്തിലൊരു വെള്ളം എന്ന് പറയുന്നത് ഒരു വില്ലനായിട്ട് നിന്ന ഒരു സാഹചര്യമായിരുന്നു ഇത്രയും വർഷക്കാലം. ഇതുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്കും എനിക്ക് ആ തട്ടുന്ന ഭാഗം നീര് വരികയും വേദന വരികയും അതുപോലെ ജോയിൻസ് ആണെങ്കിൽ മടങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ ബ്രഷ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കുളിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കഴിക്കാതിരുന്ന ദിവസങ്ങളുണ്ട്, പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ട് കുളിക്കാതിരുന്ന് അഴുകിയിരുന്ന ദിവസങ്ങളുണ്ട്. അത്രയും ബുദ്ധിമുട്ടിയിരുന്ന ഒരു സാഹചര്യങ്ങളായിരുന്നു. അപ്പോൾ ഫെബ്രുവരി 18 സാംസൺ അച്ഛൻ്റെ, അതായത് 2 ആഴ്ച മുൻപുള്ള സാംസൺ അച്ഛൻ നയിച്ച് ധ്യാനം കൂടാനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടായി. 2 ആഴ്ച മുമ്പ് അട്ടപ്പാടിയിൽ സാംസൺ അച്ഛൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു. ഇവിടെ ഊട്ടുശാലയിൽ വെള്ളത്തിൽ മുക്കി പാത്രം വെക്കുന്നതിനുള്ള ശുശ്രൂഷയ്ക്കായിട്ട് എനിക്കൊരവസരം ലഭിച്ചു.
അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അധികം സമയം കിട്ടില്ല. അപ്പം ഓടി ചെന്ന് ചൂടുവെള്ളത്തിനായിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്നില്ല. കാരണം വെള്ളം എന്ന് പറയുന്നത് സാധാ വെള്ളം പോലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അന്നേരം സമയമില്ലാത്തത് കൊണ്ട് ഓടി ഇങ്ങോട്ട് വരേണ്ടത് കൊണ്ട് എനിക്ക് ചൂടുവെള്ളം ഇല്ലാതെ ഞാൻ തണുത്ത വെള്ളത്തിലെങ്കിൽ ഈശോനെ വിളിച്ച് ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും വർഷം അത് എനിക്ക് വല്ലാത്ത ഭയത്തോടു കൂടി തന്നെ, കാരണം എനിക്ക് ധ്യാനം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. വേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്തുതിക്കാൻ കൈവക്കാൻ പറ്റില്ല. അപ്പോൾ കുളിക്കാൻ കയറി, എൻ്റെ യേശുവേ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, നനവ് നിറഞ്ഞ മറിയമേ ചൊല്ലി യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ കുളിച്ചു. അത് കഴിഞ്ഞു. ആ ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. ധ്യാനം ആ അവസാനത്തെ ദിവസം വരെയും എനിക്ക് ഊട്ടുശാലയിൽ ആ വെള്ളത്തിൽ മുക്കി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു. ആ ദിവസം മുതൽ ഈ ദിവസം വരെയും എൻ്റെ കൈകൾ മടങ്ങിപ്പോയിട്ടില്ല. എനിക്ക് സ്തുതിക്കാൻ യേശുവേ ആ ദിവസം തൊട്ട് ഹീലിംഗ്, സൗഖ്യം. ഇത് നിസ്സാര കാര്യങ്ങൾ, വലിയൊരു സംഭവമാണ്. ആമവാദം അതങ്ങോട്ട് അപ്രതീക്ഷിതമായി ശരീരം, അല്ലേ? അപ്രതീക്ഷിതമായി. അതെ, ആ ദിവസം തന്നെ ഞാൻ ഈ ധ്യാനത്തിനും എനിക്ക് ശുശ്രൂഷ ആ വെള്ളത്തിൽ മുക്കി വെക്കാനുള്ള ശുശ്രൂഷയ്ക്ക് അവസരം എനിക്ക് ലഭിച്ചു. ഈ ദിവസം വരെയും എനിക്ക് സ്തുതിക്കാൻ പറ്റില്ല. എനിക്ക് വേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് മുട്ടയെ കുത്തി നിൽക്കാനോ കൈ പൊക്കി സ്തുതിക്കാനോ എനിക്ക് പറ്റില്ല. എനിക്കതിനെല്ലാം സാധിച്ചു. എൻ്റെ കൈകൾ അത് സാക്ഷിയാണ്. എന്നെ അറിയാം. ഈ ധ്യാനത്തിന് വന്ന് വെള്ളം മുക്കി വെച്ചതിന് ശേഷം കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അന്ന് തൊട്ട് ആ സംസ്കൃതന്റെ ധ്യാനം തൊട്ട് പെർഫെക്റ്റ് ആയിട്ട് ഹീലിംഗ്. യേശുവേ അച്ഛോ, എൻ്റെ കൈകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് മറിച്ചും തിരിച്ചും നോക്കും. അച്ഛോ, 9 വർഷമായിട്ട് എൻ്റെ കയ്യിൽ എൻ്റെ പഠിത്തം പോലും ലീവ് പോലും എടുത്തിട്ടുണ്ട്. 9 വർഷമായിട്ട് ഞാൻ ഗുജറാത്ത് വർക്ക് ചെയ്യാൻ പോയി. ആ സമയത്ത് ഞാൻ തണുപ്പ് വരുന്ന സമയത്ത് ലീവ് എടുത്തോണ്ട് ഓടുക. തണുപ്പ് വരുന്ന സമയത്ത് എനിക്ക് പേടിയാണ്. വെള്ളമല്ല, തണുപ്പടിച്ചാൽ മതിയായിരുന്നു. കയ്യും കാലെല്ലാം ഇങ്ങനെ വളഞ്ഞ് അത് വേദന കൊണ്ട് രാത്രി ഉറങ്ങാനും പറ്റില്ല. സുറുമിയുടെ ഞാൻ സാക്ഷ്യം പറയാൻ പറ്റുമോന്ന് ഞാൻ പേടിച്ച്, പറ്റുമോ, സാക്ഷ്യം തന്നെയാണോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാ അച്ഛൻ വന്നിട്ട് സുറുമി ആ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ സാക്ഷ്യം എനിക്ക് കാണിച്ചു. സ്വർണി വന്ന് സാക്ഷ്യം പറഞ്ഞു. സ്വർണീനെ ഈശോ സുഖപ്പെടുത്തി. നിനക്ക് സന്തോഷമാണോ? ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷം. എത്രമാത്രം വലിയ അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. വെള്ളം കാണുന്നത് തന്നെ ഭയം. ഇപ്പോഴും എനിക്ക് ഭയം വിട്ടിട്ടില്ല. അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ തണുപ്പ്, അതുപോലെ വെള്ളം, ഇത് കണ്ട പേടിയോ? കാരണം വെച്ചാൽ അതുപോലെ വേദന അങ്ങോട്ട് കയറി ശരീരത്തിലേക്ക്. ആ രോഗമാണ് അത്ഭുതകരമായി ആ ഊട്ടുശാലയിൽ പോയി പാത്രം കഴിക്കുമ്പോൾ സുഖം പ്രാപിച്ചത്. അപ്പോൾ ഇങ്ങനെ കൈവപ്പ് വഴി മാത്രമല്ല, ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യത്തിലൂടെ ഈശോ പ്രവർത്തിക്കുകയാണ്. യേശുവേ, ആ ഊട്ടുശാലയിൽ ഒരു പാത്രം കഴുകുന്ന കാര്യം പോകും കർത്താവ് അത്രയും. നിങ്ങൾക്ക് ഇതിൻ്റെ സംഗതി എന്ന് വെച്ചാൽ ഈ ടീച്ചർ, ഈ ഡോക്ടർ പറയണതിൻ്റെ വേദന മനസ്സിലാക്കണമെങ്കിൽ അത് ഇങ്ങനെയുള്ളവരെ ആ വേദനയുടെ സമയത്ത് നിങ്ങളൊന്ന് കാണണം. എനിക്ക് പറഞ്ഞാൽ എനിക്ക് ആ സിസ്റ്ററിൻ്റെ വേദന അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ പറയണത്. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ശരിക്കും ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഭയങ്കര കഷ്ടത, ഭയങ്കര ഞെരുക്കാണ്. മാനസികവും നമ്മൾ ശാരീരികവുമായിട്ട് അങ്ങോട്ട് തകർന്നു പോകും. പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്തിട്ട് വന്ന് അഴുകി കുളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അഴുകിയിരുന്ന ദിവസങ്ങളുണ്ട്. എൻ്റെ പിതാവേ, ചിന്തിച്ചു നോക്കിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് തെരഞ്ഞെടുത്ത സ്ഥലമാണ് അട്ടപ്പാടി സഖിയോൻ. അതുപോലെ തന്നെ അഭിഷേകാഗ്നി ശുശ്രൂഷ, ഇതിനോട് ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനകത്ത് കൂടുമ്പം, പ്രാർത്ഥിക്കുമ്പോൾ, സഹായിക്കുമ്പോൾ, മധ്യസ്ഥപേക്ഷിക്കുമ്പോൾ, അവിടുത്തെ ശുശ്രൂഷകളിൽ വന്ന് ഹെൽപ്പ് ചെയ്യുമ്പോൾ വലിയ കൃപകൾ കർത്താവ് വർഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് അട്ടപ്പാടിയിൽ അച്ഛൻ കർത്താവിൻ്റെ വലിയ മഹാത്ഭുതങ്ങൾ കണ്ട് ആ അനുഭവത്തിലാണ് എന്ന് നിങ്ങളോട് പറയുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിന്നാലോ? നമുക്ക് കുറച്ച് നേരം സ്തുതിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, അവിടെ നിന്നാണ് എൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പ്. നമ്മൾ എന്തു തന്നെ ചെയ്താലും, എത്ര അവസ്ഥയിലാണെങ്കിലും, എൻ്റെ ദൈവം എൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പാണ്. എൻ്റെ ദൈവം എൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പാണ്. അവിടെ നിന്നാണ് എൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പ്. എല്ലാവരും ചാടി എഴുന്നേറ്റോ? നമുക്ക് കുറച്ച് നേരം കർത്താവിനെ ആരാധിക്കാം, സ്തുതിക്കാം. വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് സന്തോഷമുള്ളത് അച്ഛൻ നമ്മളോട് പാടുന്നു. ഈ വലിയ സന്തോഷമാണ് ബ്രദർ അച്ഛയ്.
നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് കരങ്ങൾ ഉയർത്താം. ദൈവമേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങ് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ ഒരു ശുശ്രൂഷ നടക്കുന്ന സമയത്ത് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ കണ്ണുനീരുള്ളവരെ കണ്ണുനീരെല്ലാം കർത്താവ് ഒപ്പിയെടുത്ത് ആനന്ദം നൽകണമേ. അനേക വർഷങ്ങൾ രോഗത്തെ ഓർത്ത് കരഞ്ഞവരുന്ന് സൗഖ്യം പ്രാപിക്കട്ടെ. അനേക നാളുകൾ കുടുംബത്തിലെ തകർച്ചയോർത്ത് വേദനിച്ച് നിലവിളിച്ചവർ ഇന്ന് കർത്താവിന് ശക്തി കണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഒരിക്കലും നടക്കില്ല, ഒരിക്കലും സുഖം പ്രാപിക്കില്ല, ഒരിക്കലും രക്ഷപ്പെടില്ല, ഒരിക്കലും ഇതിന് വാതിൽ തുറക്കപ്പെടില്ല എന്ന് വിചാരിച്ച് വേദനിച്ച അവസ്ഥകളെല്ലാം ഇന്ന് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണട്ടെ. ഇന്ന് കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വന്ന് അനേക തടവറകൾ ഭേദിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ പുറത്തു വരട്ടെ. തടവറയിൽ കിടന്ന ആത്മാക്കൾ ഇന്ന് പുറത്തു വരട്ടെ. വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. തടക്കദോഷങ്ങൾ മാറട്ടെ, കഠിന ബന്ധനങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, കടബാധ്യതകൾ മാറട്ടെ, വലിയ വിടുതൽ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory, 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 glory. Anointing, anointing, anointing. നീതി സൂര്യനുദിക്കും കർത്താവേ, ചിറകുകളിൽ സൗഖ്യമുണ്ട്. നീതി സൂര്യനുദിക്കും ചിറകുകളിൽ സൗഖ്യമുണ്ട്. തുള്ളിച്ചാടിടുവിൻ, തുള്ളിച്ചാടിടുവിൻ, പൈക്കിടാവെ പോ തുള്ളിച്ചാടിടുവിൻ, 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 പൈക്കിടാവെ പോ തുള്ളിച്ചാടിടുവിൻ. കൈകൾ ഉയർത്തി കൈയടിച്ച് ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. അനോയിന്റിംഗ്, വലിയ അഭിഷേകം, വലിയ കൃപ, വലിയ ഉണർവ്, വലിയ തരത്തിലുള്ള അഭിഷേകങ്ങൾ, പരിശുദ്ധാത്മ നിറവ്, സ്നേഹത്തിന്റെ അഭിഷേകം, സന്തോഷത്തിന്റെ അഭിഷേകം, സൗഖ്യത്തിന്റെ അഭിഷേകം, വിടുതലിന്റെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. സ്വർഗത്തിലും ഈ ഭൂമിയിലും സർവ ആധിപത്യവും യേശുവിന്. എന്റെ യേശുവിന്. സ്വർഗത്തിലും ഈ ഭൂമിയിലും സർവ ആധിപത്യവും യേശുവിന്. സകല മുട്ടുകളും മടങ്ങിടുമേ യേശുവിൻ നാമത്തിൻ മുമ്പിൽ. സകല മുട്ടുകളും മടങ്ങിടുമേ യേശുവിൻ നാമത്തിൻ മുമ്പിൽ. കൈകൾ ഉയർത്തി കൈയടിച്ച് ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം വലിയ സ്നേഹത്തോടെ ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം, ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, ആരാധിക്കാം യേശുവിനെ. വചനാഭിഷേകം ഉണ്ടാകട്ടെ, പ്രാർത്ഥനാഭിഷേകം നിറയട്ടെ, സ്നേഹത്തിന് അഭിഷേകം നിറയട്ടെ, സമാധാനത്തിന് അഭിഷേകം നിറയട്ടെ, വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് അവിടുന്നാണ് എൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പ്. എൻ്റെ ദൈവം, നമ്മുടെ ദൈവം നമ്മുടെ ആയുസ്സിൻ്റെ ഉറപ്പായി മാറും. എന്തു വന്നാലും കുലുങ്ങാത്ത വിധം, കർത്താവിൽ അടിയുറയ്ക്കുന്ന വിധം കർത്താവ് കൃപ തന്ന് നമ്മുടെ ആത്മാവിനെ കർത്താവിനോട് ലയിപ്പിക്കും. നല്ല സ്വരത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ കൃപയോടെ പങ്കുവെക്കാൻ നമ്മുടെ അടുത്തേക്ക് കർത്താവ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട സോജി ഓലിക്കൽ അച്ഛനാണ്. അച്ഛനെ എനിക്ക് നിങ്ങളോട് പരിചയപ്പെടുത്ത വലിയ സന്തോഷമുണ്ട്. ഞാൻ സോജി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സോജി അച്ഛ, യേശുവിൻ്റെ നാമത്തിൽ അച്ഛനെ പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോജി അച്ഛൻ ഇപ്പോൾ സിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛനാണ്.
അച്ഛൻ എനിക്കറിയാം, അച്ഛൻ 2001 തിരുപ്പട്ടം സ്വീകരിച്ചു. 2002 തൊട്ട് അച്ഛൻ ഇവിടെ അട്ടപ്പാടി സിയോൻ ധ്യാന കേന്ദ്രത്തിൽ എന്നോട് കൂടെ ശുശ്രൂഷയുണ്ടായിരുന്നു. ഈ ദീർഘകാലം ശുശ്രൂഷയിൽ സഹയാത്രികനാണ്. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയിൽ സഹയാത്രികനായി കർത്താവ് എത്ര പതിറ്റാണ്ടുകൾ അച്ഛനെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുവന്നു. ഞാൻ അച്ഛനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അച്ഛൻ ഇവിടെ അട്ടപ്പാടിയിലും അതിനുശേഷം തമിഴ്നാട്ടിലും അതുപോലെ പല രാജ്യങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ അച്ഛൻ അട്ടപ്പാടി സിയോൻ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ ബിനോയ് അച്ഛന് ശേഷം അച്ഛനാണ് ഇപ്പോൾ സിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്നത്. നമ്മുടെ ബിനോയ് അച്ഛനായിരുന്നു ഇതിനു മുമ്പുള്ള ഡയറക്ടർ അച്ഛൻ, ഇപ്പോൾ സോജി അച്ഛനാണ്. അതുപോലെ തന്നെ നമ്മുടെ ബിനോയ് അച്ഛൻ അഭിഷേകാഗ്നി ശുശ്രൂഷ ചെയ്യുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ സോജി അച്ഛനെയും കർത്താവ് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷകളിലേക്ക് കൈപിടിച്ച് കൂട്ടായ്മയിലേക്ക് കൂട്ടി യോജിപ്പിക്കുകയാണ്. വലിയ സന്തോഷമാണ്. തലമുറകൾ ഒന്നിക്കുകയാണ്. സോജി അച്ഛനും ബിനോയ് അച്ഛനും വട്ടായച്ഛനും നമ്മുടെ അച്ഛനും ഞങ്ങളെല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയിൽ. പിന്നെ നമ്മുടെ ബെനിറ്റാമ്മ, നമ്മുടെ സിസ്റ്റർമാർ, നമ്മുടെ മറ്റ് സിസ്റ്റർമാർ, അങ്ങനെ എല്ലാവരും ഒരു കൂട്ടായ്മ. ആത്മായ സഹോദരങ്ങൾ, സെക്യൂറിലെ ശുശ്രൂഷകർ, റൂഹമോണിലെ ശുശ്രൂഷകർ, പിന്നെ എല്ലാ ശനിയാഴ്ചകളും പ്രാർത്ഥിക്കുന്ന അനേക ശുശ്രൂഷകർ, ഒരു വലിയ കൂട്ടായ്മ. പിന്നെ 2 പിതാക്കന്മാർ, മനത്തോളത്തെ പിതാവ്, കൊച്ചുവരയ്ക്ക പിതാവ്, ഈ പിതാക്കന്മാരുടെ സ്നേഹ നേതൃത്വം എല്ലാം വലിയ അനുഗ്രഹമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോജി അച്ഛൻ നമുക്ക് 2 കാലങ്ങളും സന്തോഷത്തോടെ സോജി അച്ഛനെ വേണ്ടി ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, സോജി അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, ഈ ഒരു അഭിഷേകം, കർത്താവേ, ഈ ശുശ്രൂഷയുടെ അനേക ഇരട്ടിയായുള്ള അഭിഷേക വർദ്ധനവിന് കാരണമാകട്ടെ. ഉച്ചത്തിലൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ഹല്ലേലൂയ, 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 ആരാധന, ഈശോയെ ആരാധന. യേശുവിന്റെ നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സന്തോഷത്തോടുകൂടി അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ജീവിക്കുന്ന വചനം പറയാൻ ഈശോ തെരഞ്ഞെടുത്തതിന് ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 1:14 പറഞ്ഞിരിക്കുന്നത് പോലെ ഇവരേക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകി ഏക മനസ്സോടുകൂടി വട്ടാനച്ചൻ്റെയും ബിനോച്ചൻ്റെയും വലിയൊരു കൂട്ടായ്മയിൽ ഒരുമിച്ച് വചനം കേൾക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ വിശുദ്ധരുടെയും കൂട്ടായ്മയിലും മധ്യസ്ഥതയിലും നമ്മൾ ജീവിക്കുന്ന കർത്താവിൻ്റെ വചനം കേൾക്കുകയാണ്. എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളുമാണ് കർത്താവ് എളിയ ശുശ്രൂഷകളുടെ ജനത്തിന് നൽകിയത്. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അവിടുന്നാണ് നിന്റെ ആയുസ്സിൻ്റെ ഉറപ്പ്, രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അവിടുന്നാണ് നിന്റെ ആയുസ്സിൻ്റെ ഉറപ്പ്. നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്സിൻ്റെ ഉറപ്പ് നമ്മുടെ ദൈവം തന്നെയാണ്. വേറെ ഒരു ഉറപ്പുമില്ല. അവിടുന്നാണ് നമ്മുടെ ആയുസ്സിൻ്റെ ഉറപ്പ്. അതുകൊണ്ടാണ് ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഭയങ്കര രോഗം വന്ന് ഉടനെ മരിച്ചു എന്നൊക്കെ ഡോക്ടർ പറഞ്ഞാലും ദൈവത്തിൻ്റെ ശക്തി വന്നു കഴിയുമ്പോൾ പുതുജീവനിലേക്ക് വരണത്. നമ്മുടെ കൂടെ നിന്ന് ഗാനം ആലപിക്കുന്ന അജയൻ്റെ ജീവിതം തന്നെ നോക്കിയേ. 3 വർഷങ്ങൾക്ക് മുമ്പ് 2 കിഡ്നി ഡാമേജായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മരിക്കുമെന്നുള്ള തരത്തിൽ അത്രയും സീരിയസ് ആയിട്ട് രോഗം വന്നപ്പോൾ കർത്താവിൻ്റെ ആത്മാവിന് അത്ഭുത ശക്തി കടന്നു വന്നു. അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി കർത്താവ് ജീവൻ തിരിച്ചു കൊടുക്കുകയാണ്. കാരണം അവിടുന്നാണ് നിന്റെ ആയുസ്സിന്റെ ഉറപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കാണ് എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന വേറൊരു കുടുംബം. ആ കുടുംബത്തിലെ സഹോദരിക്ക് 3 മാസം പ്രായമുള്ള സമയത്ത് ഇതുപോലെ തന്നെ കിഡ്നിയിൽ ക്യാൻസർ വന്ന് കുഞ്ഞിലേ തന്നെ കീമോതെറാപ്പി ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരൊരു ദിവസം ഈ കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ഇന്ന് മാത്യു നായ്ക്കമ്പറമ്പലച്ചൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമാണ് ആയുസ്സിൻ്റെ ഉറപ്പ്. എന്നിട്ട് അച്ഛൻ വീണ്ടും പറയുകയാണ്, പ്രൊഫസി പോലെ പറയുകയാണ്, നമ്മളൊക്കെ മരിച്ചിട്ടേ ഈ കുട്ടി മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ആയുസ്സിൻ്റെ ഉറപ്പ് കർത്താവാണെന്നും ദീർഘായുസ് നൽകാൻ കർത്താവിന് പറ്റുമെന്നും കർത്താവ് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കുട്ടി വളർന്നു, കർത്താവിൽ അഭിഷേകം പ്രാപിച്ചു. തുടർന്ന് മുഴുവൻ സമയം തന്നെ കർത്താവിന് വേണ്ടി പാട്ടുപാടാനും ശുശ്രൂഷ ചെയ്യാനും കർത്താവ് അനുഗ്രഹിച്ചു. വിവാഹം വന്ന കൂതാശ സ്വീകരിച്ച് കുടുംബമായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. അതാണ് കർത്താവിൻ്റെ വചനം. അവിടുന്നാണ് നിന്റെ ആയുസ്സിൻ്റെ ഉറപ്പ്, രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെയാണ്. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരത മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവഭക്തി എന്ന സമ്പത്തിന് വേണ്ടി അധ്വാനിക്കും.
ആ ഒരു ദൈവഭക്തി എന്ന സമ്പത്ത് തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ, അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ശക്തി പ്രാപിക്കും. അതിനുവേണ്ടി കഷ്ടപ്പെടും. കാരണം ആയുസ്സിന്റെ ഉറപ്പ് ദൈവമാണെന്നും ദൈവം മാത്രമാണെന്നും ബോധ്യപ്പെടുകയാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ അതിൻ്റെ 39-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, അവസാനം എന്തെന്നും എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ. എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എത്രയാണെന്ന്, ദൈർഘ്യം എത്രയാണെന്ന് നീ ബോധ്യപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞാൽ അപ്പോഴെനിക്ക് എളിമയുണ്ടാകും. ഞാൻ ദൈവസ്ഥാനത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കും. ഞാൻ കർത്താവിൽ ആശ്രയിക്കും. അതുപോലെ തന്നെ തലമുറകൾക്കും വംശത്തിനും ദൈവഭക്തി എന്ന സമ്പത്ത് പകർന്നു നൽകാനായിട്ട് ഉത്സാഹിക്കും. വീണ്ടും 90-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാകട്ടെ. ശരിക്കും ജ്ഞാനം ലഭിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ആയുസ്സിൻ്റെ ഹ്രസ്വത നമ്മൾ തിരിച്ചറിയുമ്പോൾ സംഭവിക്കുന്നത്. ശരിക്കും ഒരു ജ്ഞാനം അതാണ്. ഇത്രയ്ക്ക് എൻ്റെ ആയുസ്സുള്ളൂ, അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കാതെ സ്വർഗത്തിന് വേണ്ടി, സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. സന്തോഷത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ രക്ഷകനും കർത്താവുമായ നമ്മുടെ ഈശോ ലൂക്കാസ് സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കർത്താവ് പ്രത്യേകം പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈശോ ലില്ലികളെ നോക്കുവിൻ, പറവകളെ നോക്കുവിൻ, അവയൊക്കെ കർത്താവ് തീറ്റിപ്പോറ്റുന്നുണ്ടല്ലോ എന്നെല്ലാം ദൈവത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ചും പരിപാലനയെക്കുറിച്ചും പറഞ്ഞിട്ട് 2 വളരെ പ്രധാനപ്പെട്ട വചനങ്ങൾ ലൂക്കാ 12:25 വചനം എങ്ങനെയാണ്: ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഈശോ പറയാണ്, നിങ്ങൾ ടെൻഷൻ അടിച്ചതുകൊണ്ട്, ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം കൂട്ടാൻ നിങ്ങൾക്ക് പറ്റുമോ? അതിൻ്റെ 26-ാമത്തെ വാക്യം വളരെ മനോഹരമാണ്. ഈശോ പറയാണ്, ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ആകുലരാകുന്നത് എന്തിന്? അപ്പോൾ ആയുസ്സിനെ കുറിച്ച് ഈശോ പറയണത് ഏറ്റവും നിസ്സാരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1 മുഴം കൂടി ആയുസ്സിന്റെ ദൈർഘ്യം കൂട്ടാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവയെപ്പറ്റി എന്തിനാണ് ആകുലപ്പെടുന്നത്? ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ ചിലരെങ്കിലും രോഗികളായിട്ട് കിടക്കുന്നവരുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, നമ്മുടെ കർത്താവാണ് നമ്മുടെ ആയുസ്സിന്റെ ഉറപ്പ്. രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് ദൈവഭക്തി എന്ന സമ്പത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമ്മൾ വീണ്ടും വീണ്ടും ഉത്സാഹിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷചിത്തരായിട്ടിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയൊരു പ്രത്യേകത, അവിടുന്ന് എന്ത് ചെയ്യുന്നറിയാമോ? അവിടുന്ന് മരണഭയമുള്ള ആളുകളുടെ മരണഭയത്തെ തോൽപ്പിക്കാൻ വേണ്ടി കർത്താവ് അവിടുന്ന് 2 കരങ്ങളും വിരിച്ചു പിടിച്ച് കുരിശിൽ മരിച്ച് മരണഭയത്തിൽ കഴിയുന്ന ആളുകളെ വിടുവിച്ചു. ഹല്ലേലൂയ. ഹെബ്രാ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വളരെ ശക്തമായ ഒരു വചനമാണ്. ഹെബ്രാ 2:15, ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 15. അവിടെ കർത്താവ് പറയണത് എങ്ങനെയാണ്? അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവ് ചെയ്ത അത്ഭുതകരമായ ഒരു കാര്യം ഇതാണ്. മരണഭയത്തിൽ കഴിയുന്ന ആളുകളെ യേശുക്രിസ്തു വിടുവിച്ചത് അവിടുന്ന് കുരിശിൽ മരിച്ച് മരണത്തെ അങ്ങോട്ട് തോൽപ്പിച്ചു. അങ്ങനെ മരണഭയത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ഏതെങ്കിലും വ്യക്തികൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു ഭയത്തിൻ്റെ മേഖല, മരണഭയത്തിൻ്റെ മേഖല ഉണ്ടെങ്കിൽ നിങ്ങൾ എളിമയോടുകൂടി പ്രാർത്ഥിക്കണം. കർത്താവായ യേശുക്രിസ്തു ഒരു വിടുതൽ നൽകി വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കർത്താവ് മരണഭയത്തെ തോൽപ്പിച്ചവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ വത്സരങ്ങളുടെ നീളം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. ഉദാഹരണത്തിന് ഹെസക്കിയ, അദ്ദേഹം രാജാവായിരുന്നു, അദ്ദേഹം നീതിയോടെ ജീവിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ ദൈവം തൻ്റെ ദൂതനെ അയച്ചു പറഞ്ഞു, നിനക്ക് സമയമായി, നീ പ്രിപ്പയർ ആയിക്കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക, നിന്നെ ദൈവം വിളിക്കുകയാണ്. ഇവിടെ യെശയ്യാ പുസ്തകം 38-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നത്. ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു.
ആമോസിന്റെ പുത്രനായ യെശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്നാൽ നീ മരിക്കും, സുഖം പ്രാപിച്ചുകയില്ല. തുടർന്ന് ബൈബിൾ പറയുകയാണ്, ഹെശക്കിയ ചുമരിന്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. വലിയൊരു പ്രാർത്ഥനയാണ്, ഹൃദയം തകരുന്ന ഒരു പ്രാർത്ഥന. എൻ്റെ 3-ാമത്തെ വാക്യം എങ്ങനെയാണ്? കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. അനന്തരം ഹെശക്കിയ വേദനയോടെ കരഞ്ഞു. ഒരു പക്ഷേ ഹെസക്കിയ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ തക്ക തരത്തിൽ ഒരു ബോധ്യം നമുക്ക് ചിലപ്പോൾ കാണുകയില്ല. എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാനോ പൂർണ്ണ ശക്തിയോടുകൂടി കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനോ പറ്റി കാണുകയില്ല. എങ്കിലും നമ്മൾ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ കരുണയായിരിക്കണമേ എന്ന് ഹെസക്കിയ കരയുകയാണ്. ബൈബിൾ തുടർന്ന് പറയുന്നതാണ്, തുടർന്ന് യെശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ഹെസക്കിയായിട്ട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീര് ഞാൻ ദർശിച്ചു, ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. നോക്കിയേ, ആയുസ്സിൻ്റെ മേൽ അധികാരമുള്ളവനാണ് കർത്താവ്. ഇപ്പോൾ ഒരു വ്യക്തി കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം കൂട്ടിക്കൊടുക്കാൻ കർത്താവിന് പറ്റും എന്ന കാര്യത്തിന് സംശയമില്ല. ഹെസക്കിയയുടെ കണ്ണീര് കണ്ടു, അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു, അവൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം അവിടുന്ന് വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെ ഒരു പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഃഖിച്ചിരിക്കുന്ന നിങ്ങളുടെ മേൽ ഇന്ന് ഈ രാത്രി കർത്താവായ യേശുക്രിസ്തു ഒരു കൃപ നൽകി നിങ്ങളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം അവിടുന്ന് വർദ്ധിപ്പിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. 102-ാം സങ്കീർത്തനത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ടാണ് സങ്കീർത്തകൻ കണ്ണീരൊഴുക്കി ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. Psalm 102:24 അവിടെ ഹൃദയം നുറുങ്ങിയൊരു പ്രാർത്ഥനയാണ്, വത്സരങ്ങൾ കറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു. അതൊരു പ്രാർത്ഥനയാണ്. ദൈവത്തെ വിളിക്കുന്ന ഒരു പേരിങ്ങനെയാണ്, വത്സരങ്ങൾ കറുതിയില്ലാത്തവനായ ദൈവം. ഇപ്പൊ നമ്മുടെ ദൈവത്തിന് പല പേരുണ്ട്, അതിലൊരു പേരാണ് വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ ദൈവം. ആ ദൈവത്തോട് സങ്കീർത്തനം പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് എന്നോട് കരുണ കാണിക്കണം, ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ. നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ ചിലർക്ക് ഭരണത്തെക്കുറിച്ച് ആകുലത കാണും. യേശുവിൻ്റെ ആത്മാവ് പറയുകയാണ്, ആകുലപ്പെട്ടതുകൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴം കൂടി നീട്ടാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കുകയില്ല. ആകുലപ്പെടുന്നത് കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴം കൂടി കൂട്ടാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. അതുകൊണ്ട് എല്ലാം കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കാം. യെശയ്യാ 33:6, അവിടുന്നാണ് നിന്റെ ആയുസ്സിൻ്റെ ഉറപ്പ്, അവിടുന്നാണ് എൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പ്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ അഭിഷേകം ചെയ്യും, ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. ആമേൻ. നമ്മുടെ മുമ്പിൽ ദിവ്യകാരുണ്യനാഥനായി എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ നല്ല കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ പരിശുദ്ധ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ വാക്യത്തിലൂടെ, അവിടുന്നാണ് നമ്മുടെ ആയുസ്സിൻ്റെ ഉറപ്പ്. രക്ഷയുടെയും ജീവന്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. നമുക്ക് ആശ്രയിക്കാനുള്ളത് ഈശോ മാത്രമാണ്. കാരണം അവിടുന്നാണ് നമ്മുടെ ആയുസ്സിൻ്റെ ഉറപ്പ്. ആ കർത്താവായ യേശുവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ മേലുള്ള മരണത്തിൻ്റെ ഭയമെല്ലാം യേശുക്രിസ്തു അഴിച്ചു മാറ്റി നമ്മളെ അനുഗ്രഹിക്കും. ഏതെങ്കിലുമൊക്കെ രോഗമുണ്ട്, ഉടൻ തന്നെ ഞാൻ മരിക്കും എന്ന് വിചാരിക്കുന്ന മക്കളുടെ മേലുള്ള കെട്ട് കർത്താവായ യേശുക്രിസ്തു അഴിച്ചു കളയുന്ന അത്ഭുത സമയമാണല്ലോ. ഹെബ്രായ ലേഖനം അതിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ അവൻ തോൽപ്പിച്ച് മരണഭയത്തോടെ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു മരിച്ചത്. 2 കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി, ഉത്ഥാനം ചെയ്തവൻ, മരണത്തെ തോൽപ്പിച്ചവൻ, ആ ജീവനുള്ള കർത്താവിനെ ഒന്ന് ചേർന്ന് ആരാധിക്കട്ടെ. ഉത്ഥാനം ചെയ്തവനെ യേശുവേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി ജീവനോടെ വിളിക്കുന്നു. ഉത്ഥാനം ചെയ്തവനെ വിളിക്കട്ടെ യേശുവേ, ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ, മരണത്തെ ജയിച്ചവനെ ഓ ജീസസ്, ഞങ്ങൾ ആരാധിക്കുന്നു.
യേശുവേ യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.